ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ ദേവസ്വം ബോർഡ് LDCക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോസ്, കോൺവെന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല www.challengerup.in എന്ന വെബ്സൈറ്റ് നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ദേവസ്വം ബോർഡ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 മന്തിനുള്ളിൽ തന്നെ എക്സാംസ് കാണും. സോ അത് ഈ ഒരു 3 മന്ത് ക്ലാസ് റെക്കോർഡഡ് ആകുമ്പോൾ, ലൈവ് ക്ലാസ്സുകളാകുമ്പോൾ ഒരുപാട് ടൈം നിങ്ങൾക്ക് പഠിക്കാൻ എടുക്കും. സോ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ഡെയിലി ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻ ഉണ്ട്. പിന്നെ മെഗാ മാരത്തോൺ സെഷൻ, അതായത് എല്ലാ ദിവസവും എക്സാമിന് ഒരു 2 മന്ത് മുമ്പ് തന്നെ നമ്മളൊരു മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ്, ടെലഗ്രാം ചാനല്, അതുപോലെ മോട്ടിവേഷൻ സെഷൻ, മെന്റർ സപ്പോർട്ട്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എന്തൊക്കെ വേണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് www.challengerup.in എന്ന വെബ്സൈറ്റ് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡ് റൂം ബോയ് ആണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ വർക്കർ, ഇതിന്റെയൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്. റൂം ബോയ്ക്കും സാനിറ്റേഷൻ വർക്കറും ഒക്കെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ LDC +2 ആയിരുന്നു ക്വാളിഫിക്കേഷൻ, അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് KDRPയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്, നമ്മൾക്ക് ഇത് ദേവസ്വം ബോർഡ് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 മന്തിനുള്ളിൽ എക്സാം നടത്താറുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും. ചില കേസിലൊക്കെയാണ് ലേറ്റ് ആവുന്നത്. അപ്പൊ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ 3 മാസമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ജൂലൈയിലാണ് പരീക്ഷ. മെയ്യും ജൂണും എനിക്ക് തയ്യാറെടുക്കാനുള്ള സമയമാണ് എന്ന രീതിയിലാണ്. അപ്പൊ ആദ്യത്തെ ഒരു 20 റാങ്കിലൊക്കെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ട്. LDC ചെറിയ മിസ്റ്റേക്കിൽ പോയവര്, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റോടെ പ്രിലിമിനറി കിട്ടാത്തവര്, ഇവരൊക്കെ ദേവസ്വം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഈ നിങ്ങളിപ്പോ LDCയുടെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റോയുടെ ഒരു പ്രിലിമിനറി ലിസ്റ്റിൽ വരാത്തത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളെ കാട്ടിലും അറിവുണ്ടാവും. പക്ഷെ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ നമ്മളത് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു, ചിലവര് കൂടുതൽ പേടിയാണ്. അങ്ങനെ നമ്മൾ തെറ്റിക്കുന്നതോ ഒക്കെ ആയിരിക്കാം. പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതോ ഒക്കെയാണ്. അല്ലാതെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടല്ല നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ പുറകെ പോകുന്നത്. ഇതൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, എല്ലാവരുടെയും കാര്യമല്ല, മോസ്റ്റ് ഓഫ് ദം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പഠിക്കാതെ പോയിട്ട് ആ ഒരു റീസൺ അല്ല, പഠിക്കുന്നതിൽ ഈ പ്രിലിംസ് കിട്ടും, മെയിൻസ് വരുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നതിന്റെ റീസൺ മെയിൻ ആയിട്ടും അതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ എക്സാം അപ്ലൈ ചെയ്തു. അപ്പൊ അതിനായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാൻ അത് നടപ്പാക്കണം. അതായത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഫസ്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി ആണ്. ഒന്ന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. 2 ഹാർഡ് വർക്ക്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പണ്ടേ പഠിക്കുന്നത്. അപ്പൊ മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് അത് ബുക്ക് എടുത്ത് വെക്കുമ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞു കരയുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല, ജോലിക്ക് പോകണം, ഭയങ്കര പ്രശ്നങ്ങളാ. അപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നവര് മാത്രം ഇത് അപ്ലൈ ചെയ്താലും, ഇതിനുള്ള പഠനം ആരംഭിച്ചാലും മതി. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല. കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഇപ്പൊ നമ്മള് ദേവസ്വം എന്നല്ല, ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ സിലബസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. വെയിറ്റേജ്, ഓരോന്നിനും എത്ര മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, കൃത്യമായ ധാരണ നമുക്ക് വേണം. ദേവസ്വം ബോർഡ് നമ്മുടെ PSC പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളോ അല്ലെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. സാധാ തരത്തിലുള്ള എക്സാം ആണ്. ബൈലിംഗൽ ആണ്. ചോദ്യം ഇംഗ്ലീഷിലും കാണും, മലയാളത്തിലും കാണും. അപ്പൊ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷ നിങ്ങൾക്ക് നോക്കി വായിച്ചിട്ട് എക്സാം എഴുതാം. അപ്പൊ ഇതിന്റെ ഒരു സിലബസ് ഓൾറെഡി നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ഇവിടെ 15 ആണ് വരേണ്ടത് കേട്ടോ. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു എക്സാം വന്ന സമയത്ത് അവരൊരു സിലബസ് ഇട്ടു. ആ ഒരു സിലബസ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്തില് ഫസ്റ്റ് പാർട്ട് GK, സെക്കൻഡ് പാർട്ട് കമ്പ്യൂട്ടർ, മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, മലയാളം, സോഷ്യൽ. ഇതിലെ 7 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ 7 ഭാഗങ്ങളില് ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് വെയിറ്റേജ് ഉള്ളത് സയൻസും 2 സ്പെഷ്യൽ ടോപ്പിക്കുമാണ്. സ്പെഷ്യൽ ടോപ്പിക്ക് 15 മാർക്കാണ്. ഞാനത് മാർക്ക് ചെയ്തപ്പോൾ അത് 10 ആയിട്ട് വന്നതാണ്, 15 ആണ്.
15, 15, 30 മാർക്ക് ഇവിടുന്ന് പോകും. 40, 50, 60, 70, then 30, 90. അങ്ങനെയാണ് 100 മാർക്കിലേക്ക് വരുന്നത്. 15 മാർക്കാണ്. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്കും സയൻസും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്പെഷ്യൽ ടോപ്പിക് നമ്മുടെ ക്ഷേത്രാചാരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് 2 സയൻസ്. 15 മാർക്ക്. പിന്നെ 10 മാർക്കിന്റെ മാത്സ്, ഇംഗ്ലീഷ്, ദെൻ അതേപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. അത് PSCക്കൊക്കെ പഠിക്കുന്ന 10 മാർക്കിന്റെ കമ്പ്യൂട്ടർ. ഈ GK 30 മാർക്ക് ഉണ്ട്. പക്ഷെ നല്ലതായിട്ട് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്. നല്ല രീതിയിൽ വലിച്ചു വാരി നമ്മൾ കുറെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ സിലബസിന്റെ ഒരു കോപ്പി എടുക്കുക. എപ്പോഴും നമ്മൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയാറുണ്ട് സിലബസിന്റെ ഒരു കോപ്പി എടുക്കണേ. യെസ്, സിലബസിന്റെ ഒരു കോപ്പി എടുക്കുക. അതിനുശേഷം വെയിറ്റേജ് കൂടിയുള്ള ടോപ്പിക്കുകൾ, സ്പെഷ്യൽ ടോപ്പിക് ആകാം, സയൻസ് ഉണ്ട്, അതിലെ വലിയ ടോപ്പിക്കിൽ ഒരിക്കലും ആദ്യം കയറി പിടിക്കരുത്. കൊച്ചു കൊച്ചു ടോപ്പിക്കുകൾ പെട്ടെന്ന് പഠിച്ചു തീർക്കുക. എന്നിട്ട് നമ്മൾ ആ കോപ്പി എടുത്തതിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, ഞാൻ ഇന്ന് ഇത്രയും പഠിച്ചു. അപ്പൊ നമ്മൾ തലേ ദിവസം ഒരു പ്ലാൻ ഉണ്ടാക്കണം. നാളെ ഞാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പഠിക്കും, മലയാളത്തിലെ പദപരിചയം, ഇംഗ്ലീഷും മലയാളവും ഒക്കെ വൊക്കാബുലറികളൊക്കെ ഓരോ ദിവസം 5 എണ്ണം വെച്ചൊക്കെ പഠിക്കാം. സയൻസിൽ നാളെ ഞാൻ പഠിക്കാൻ പോകുന്നത് ഊർജങ്ങളെ കുറിച്ചാണ്, ഫിസിക്സ് ആണ്, അല്ലെ കെമിസ്ട്രിയിലെ ആറ്റമാണ് നാളെ ഞാൻ പഠിക്കുന്നത്. ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാക്കണം. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ് എപ്പോഴും നല്ലത്. ഒരു 1 വീക്കിലേക്ക് ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ സെറ്റ് ആണ്. അപ്പൊ ഈ തൽക്കാലം ഈ GK ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് ഇതിവിടെ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. പാർട്ട് 2 മുതൽ, അല്ലെ മാത്സിൽ ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാവണം. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചു, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചത്, നാളെ രാവിലെ എഴുന്നേറ്റ് പുതിയൊരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇന്നലെ പഠിച്ച ടോപ്പിക്ക് ഞാൻ എൻ്റെ കയ്യിൽ സിലബസ് ഉണ്ട്, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് റിവിഷൻ എടുത്തിട്ട് പുതിയ ടോപ്പിക്കിലേക്ക് പോകാം. അങ്ങനെ ഒരാഴ്ച റിവിഷൻ കഴിയുമ്പോൾ നമ്മൾ അത്രയും ടോപ്പിക്കുകൾ പക്കയാവും. അതോടൊപ്പം എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഒരു 3 ദിവസം കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. PSCയിൽ തന്നെ എടുത്താലും മതി. അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അത് എടുത്ത് ഇന്ന് പഠിച്ചു, അതൊരു 3 ദിവസം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തീർക്കുക. അപ്പൊ കുറച്ച് ടൈം കിട്ടും, നമുക്ക് അവരെ പറ്റി ഒരു ധാരണ ഉണ്ടാവും, ദേവസ്വം ബോർഡിനെ പറ്റി ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതേ രീതി ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്നില്ല, പക്ഷെ വർക്കിംഗ് ആയിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ എക്സാം ഒക്കെ എടുക്കും, ഒരു 1 month നമുക്ക് ലീവ് എടുക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് സംബന്ധിച്ചിടത്തോളം ലീവ് എടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗ് ടൈമിലോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോഴോ ഹെഡ്ഫോൺ വെക്കുക. അങ്ങനെ കേട്ട് പഠിക്കുക. അല്ലാതെ എപ്പോഴും സമയം നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നില്ല. നമ്മൾ നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കി എടുക്കുക. ഇപ്പൊ നമ്മൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ജോലിക്കൊക്കെ പോകാതൊക്കെ ഇരിക്കുന്നവര് നമ്മുടെ സർട്ടിഫിക്കറ്റ് കബോർഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ. അതൊക്കെ ഒന്ന് നമുക്ക് യൂസ്ഫുൾ ആക്കാം. നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ +2-നോ ഡിഗ്രിക്കോ ഒക്കെ നല്ല മാർക്കൊക്കെ വാങ്ങി വിജയിച്ചവരൊക്കെ തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ അതിന്റെ ഒരു പകുതി എഫേർട്ട് ഇവിടെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പഠിക്കണം, ഇതൊക്കെ കേട്ട് പഠിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിലെ കോഴ്സ് ഉണ്ട്. ഇപ്പൊ www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. www.challengerup.in കണ്ടോ. അപ്പൊ ഇവിടെ സിലബസ് അനുസരിച്ച് ഇപ്പൊ എനിക്ക് ഇന്ന് സയൻസിൽ എന്നതാണ് പഠിക്കേണ്ടതെങ്കിൽ സിലബസ് അനുസരിച്ചിട്ട് എല്ലാ ക്ലാസ്സുകളും എന്താ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോട്ട്സ് ഒന്നും എഴുതണ്ട, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തരും, പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് തരും, ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ നോട്ട്സ് ഉണ്ട്. നമുക്ക് പഠിക്കാം എന്ന് പറയുന്ന പോലെ ഗെയിമിൽ കൂടെ പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ദേവസ്വം ബോർഡ് LDCയുടെ ഈ ഒരു ബാച്ചിലുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ കോഴ്സ്. അപ്പൊ ഇവിടെ സജിത 1999 എന്നൊരു കോഡ് ഉണ്ട്, അത് ഇട്ടു അപ്ലൈ ചെയ്തോന്ന് നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ 3000 രൂപ ഡിസ്കൗണ്ട് ആണ്. ഇത് കഴിഞ്ഞ് 1999 രൂപയുള്ളൂ നമ്മുടെ കോഴ്സ് ഫീ. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്റെ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെന്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തതിനു ശേഷം കോഴ്സ് കാണാനായിട്ട് നേരെ നമ്മുടെ ആപ്പിലേക്ക് പോയാൽ മതി, ചലഞ്ചർ ആപ്പ്. അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും. അപ്പൊ താല്പര്യമുള്ളവര് പർച്ചേസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി, നമ്മളത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും.
അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വാച്ചർ, നമ്മുടെ റൂം ബോയുടെയും അതുപോലെ സാനിറ്റേഷൻ വർക്കറുടെയും ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.